ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ലോഗ്സ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ടോ തിരിച്ചിട്ട്. ഇപ്പോൾ നാട്ടിൽ നിന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ മെയിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ നന്നായി മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ സ്ഥലവും അവരേനെയൊക്കെ. അവർ തലേ ദിവസം ഓട്ടോയിലൊക്കെ കയറിയിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. പിറ്റേ ദിവസം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ മീന ഞങ്ങൾക്ക് പോകുന്നത് കാരണം ഞങ്ങൾക്ക് രാവിലെ തന്നെ ആ സമയത്ത് മീന ഞങ്ങൾക്ക് മുല്ലപ്പൂവൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അമ്മമ്മയൊക്കെ എണീറ്റ് വന്നു. ഞങ്ങൾ പോകുമ്പോൾ ആരെങ്കിലും ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ അത് അപ്പുമായിട്ട് ഞങ്ങൾക്ക് തണ്ണിമത്തം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ മുറിച്ചു. കാരണം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഞങ്ങൾ പിറ്റേ ദിവസം പൂവും ഫ്രിഡ്ജില്ല ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും കൂടി തണ്ണിമത്തനൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്തിരുന്ന് കഴിക്കുകയാണേ. ഇതാ പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ ആന്ധ്രയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. 5 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ പുറപ്പെട്ടത്. ബേബി ഇത് അവിടെ ഫ്രണ്ടിൽ കിടന്ന് നല്ല ഉറക്കമാണേ. പിന്നെ ഇതാ പോകും വഴി എന്താ ഭയങ്കര ആൾക്കൂട്ടമാണ്. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചപ്പോൾ അപ്പൂട്ടൻ പറഞ്ഞു ഞായറാഴ്ച അല്ലേ, അപ്പോൾ ചന്തയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ, ഇത് ആടിനൊക്കെ കൊടുക്കാൻ വന്നിരിക്കുന്നു, ലേലം വിളിക്കാനോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പല സംഭവങ്ങളുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ചിലപ്പോൾ വില കുറവായിരിക്കാം, വില കൂടുതലായിരിക്കാം, നമുക്കറിയില്ല. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടതാണ് കുറേ പശുക്കൾ, പോത്ത് ഉണ്ടോ എന്നൊക്കെ അറിയില്ല കേട്ടോ. അത് ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതാണേ. പോത്ത് ഉണ്ടാവും അറിയില്ല. ഞാൻ അവിടെ കൂടുതൽ പശുക്കൾ തന്നെ കണ്ടിട്ടുള്ളത്. ആട്, കോഴി, അങ്ങനെ കുറേ സാധനത്തിന് ഇതാ വിൽക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ആലോചിക്കും ഇവരൊക്കെ വളർത്തിയിട്ട് പിന്നെ എന്തിനാ അതിനെ കൊടുക്കണമെന്ന്, പിന്നെ എന്തിനാ വളർത്തണത്. പക്ഷെ അങ്ങനെ ആയിരിക്കാം, അറിയില്ല. പിന്നെ നൊങ്ക്, ആ പോകുന്ന വഴിക്ക് ഒരുപാട് നൊങ്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നൊങ്കൊക്കെ വാങ്ങി കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടമാണ് നൊങ്ക്. പിന്നെ ഇതാ അങ്ങനെ കണ്ട ഓരോ സാധനങ്ങളും ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്, ഒരുപാട് പേര് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. എല്ലാ തരം സാധനങ്ങളുണ്ട്, ഡ്രസ്സുകൾ, കാര്യങ്ങൾ. നമുക്ക് അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരം ഫുഡുകൾ, മിച്ചർ, അലുവ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇതാ കണ്ട പശുവൊക്കെ പോവുകയാണ്. ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ നിന്ന് പശു മാറുമ്പോൾ അതിന് സങ്കടം ഉണ്ടാവില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ പോലീസും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ വീണ്ടും യാത്ര ഇങ്ങനെ പുറപ്പെട്ടു. അപ്പോൾ പോകുമ്പോഴേക്കും ഇതാ പച്ചക്കറി, പഴങ്ങൾ, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചന്തയാണല്ലോ ഞായറാഴ്ച അവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഒരുപാട് പേര് വരുന്നുണ്ടാവും. തിരക്ക് രാവിലെയാണ് കേട്ടോ അത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, കുറച്ചും കൂടിയും കഴിഞ്ഞാൽ എന്തായിരിക്കും തിരക്കുന്നത്. പിന്നെ നല്ല വെയിൽ വരുന്നേ. എനിക്ക് തോന്നുന്നത് ആന്ധ്രയെക്കാട്ടിലും വെയിൽ കൂടുതൽ തമിഴ്നാടാണ് കേട്ടോ, പിന്നെ കേരളം. അത്രയും വില. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ ഒരു കടയിലാണ് ചെന്നത്. ചെറിയൊരു കടയിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. ഞങ്ങൾ ദോശയാണ് കഴിച്ചത്. ദോശയും അതുപോലെ തന്നെ ഒരു ഓംപ്ലേറ്റും വാങ്ങി കഴിച്ചു കേട്ടോ. ചമ്മന്തിയും ചട്നിയും ഉണ്ടായിരുന്നേ. ചായ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന് മുന്നേ ഞങ്ങളൊരു ചായ കുടിച്ച് എടുക്കാൻ പറഞ്ഞു. പിന്നെ വീണ്ടും ഞങ്ങൾ പോയി. പിന്നെ പകുതിയൊക്കെ എത്തിയപ്പോൾ ഭയങ്കര ചൂടാണേ. അപ്പോൾ ഒരു ഫ്രൂട്ടി ഞാൻ കുടിച്ചു കേട്ടോ. ഞാനും ബേബിയും ഇതൊക്കെ കൂടി കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല ബിരിയാണി ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു ബിരിയാണി കഴിച്ച്. എന്ത് ബിരിയാണി? തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. പിന്നെ ഇറങ്ങിയിട്ടൊരു മാങ്ങ വാങ്ങാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ കണ്ടപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കണം, പുറം ഭംഗി നോക്കിയിട്ട് ഒന്നും വാങ്ങരുത് കേട്ടോ. ഒരു വലിയൊരു മാമ്പഴം ഞങ്ങൾ വാങ്ങി. എന്നോട് അപ്പോട്ട് പറഞ്ഞു വാങ്ങണ്ട, മാമ്പഴമൊക്കെ എന്തൊക്കെയോ കുത്തി വെച്ചിട്ടായിരിക്കും ഇതാവുന്നത് എന്ന് കേട്ടോ. ഞാൻ ചെറിയത് വാങ്ങട്ടെ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോട്ട് അതൊന്നും വാങ്ങണ്ട പറഞ്ഞു. അപ്പോൾ ഒരു മാമ്പഴം വാങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. വീട്ടിലെത്തിയപ്പോൾ അറിയണം ആ മാമ്പഴം ഇവർ ഈ പഴുക്കണേൻ്റെ മുന്നേ എന്തോ കുത്തി വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നുണ്ടായിരുന്നത്. പഴുക്കണേൻ്റെ മുന്നേ കുത്തി വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നുണ്ടായിരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്, പഴുപ്പിക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞിട്ടല്ലേ ഇത് ഞാൻ ആ ഹോട്ടലിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ ആഡ് ചെയ്യുന്നത് ഇപ്പോഴാണ്. എന്താ വെച്ചാൽ മെനു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബിരിയാണിയാണല്ലോ ഓർഡർ ചെയ്തത്. അപ്പോൾ മെനു കാർഡ് വന്നപ്പോൾ വേദുവിൻ്റെ വിചാരത്തിൽ എന്തോ വലിയ സംഭവമാണ് വിചാരിച്ചിട്ട് ആ കാർഡ് വേണം പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര തിരക്കൂട്ടലും കാര്യങ്ങളായിരുന്നേ. പിന്നെ ഞങ്ങളിതാ വീണ്ടും യാത്ര തുടങ്ങി. കുറേ ഞങ്ങൾ നിർത്തിയിട്ടാണ് കേട്ടോ യാത്ര ചെയ്തിരുന്നത്. കാരണം ഉച്ച നേരമൊക്കെ ആയപ്പോൾ അപ്പുവേട്ടന് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി, ഉറക്കം വരണ പോലൊക്കെ തോന്നി. അപ്പോൾ ഞങ്ങൾ കുറേ സമയം നിർത്തിയിട്ടാണ് പോയത്. മുഖമൊക്കെ കഴുകി ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ നല്ല വ്യൂ കണ്ടപ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ 1 മാസത്തിന് ശേഷം വീണ്ടും നാട്ടിലേക്ക് വന്നു. അപ്പോൾ ആ 1 മാസം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ അവിടെ നിന്നിട്ട്. കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് പോരാച്ചിട്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കും കാര്യങ്ങളൊക്കെ ആയാൽ പിന്നെ ആകതാവും, ക്ലൈമറ്റ് ചേഞ്ചും അങ്ങനെയൊക്കെ ആയാൽ ബുദ്ധിമുട്ടാവുമല്ലോ വെച്ചിട്ടാണ് ഇത്തിരി നേരത്തെ വന്നത്. അല്ലെങ്കിൽ മെയ് പകുതിയൊക്കെ ആയിട്ട് വരാച്ചിട്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ മലയുടെ വ്യൂ കണ്ടപ്പോൾ എന്നോട് അപ്പോട്ടം പറയായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ മലയൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗി എന്നാണ്, അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്നുമില്ലേ എന്നാണ് കേട്ടോ ചോദിക്കാറുള്ളത്. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നാടങ്ങോട്ട് എത്താറാവുമ്പോൾ കോയമ്പത്തൂരൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ KL വണ്ടികൾ കാണുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം, നമ്മുടെ
കേരളത്തിലേക്ക് എത്തി എന്നുള്ളൊരു ഫീലുണ്ടല്ലോ, അത് ഭയങ്കര ഇതാണ്. എനിക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. ഞങ്ങൾ വേഗം എത്തിയിട്ടോ, മെല്ലെ പോയെന്നെങ്കിലും ഞങ്ങളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടോ. അതിന് മുന്നേ എത്തേണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ. കുറേ നേരം ഞങ്ങൾ നിർത്തിയിട്ടു. ഉച്ചയ്ക്ക് പെണ്ണെ ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരം നിർത്തിയിട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ പോകും വഴിക്ക് ഞങ്ങളിങ്ങനെ ഓരോരോ വർത്തമാനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. എപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയിൽ കൂടെ കയറുക അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കാൻ രണ്ടാൾക്കുള്ളതാണ് കേട്ടോ. ഞാൻ രണ്ടാളേനെ പറഞ്ഞയച്ചിട്ടുണ്ട് ഇവിടുന്ന്. അതാണ് ഇപ്പോൾ കുറച്ച് നേരം ഞാൻ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ പിന്നെയും ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ പാലക്കാട് 23 കിലോമീറ്റർ ഉള്ളൂ. അതൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ഈ പ്രവാസികളൊക്കെ 2, 3, 4, 5 കൊല്ലമൊക്കെ ഇങ്ങനെ നാട്ടിലേക്ക് വരാതെ ഇരിക്കുമ്പോഴുള്ള ഒരു ഫീലിങ്. പിന്നെ അതാ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ നമ്മുടെ നാട്ടിലെത്തി ഗൈസ്. ഞങ്ങളുടെ വെള്ളടിക്കുന്ന അമ്പലത്തിൽ കൂടെ ഒക്കെ അതാ പാസ് ചെയ്യണം. അപ്പോഴൊക്കെ വേദു എണീറ്റിട്ട്. അമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ മൂകാംബിക പോയിക്കായിരുന്നു. അപ്പോൾ അമ്മ ഒറ്റയ്ക്കുമാണ്. അപ്പോൾ അതാ ഞങ്ങൾ എത്തുമ്പോൾ ഉള്ള ഒരു ആ ടൈമിൽ എടുക്കാം. പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ട്രാവൽ ചെയ്യുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് 10-11 മണിക്കൂർ ആ കാറിലിരിക്കണ്ടേ. എന്നാൽ മണിയേട്ടൻ്റെ കടയിൽ കൂടെ ഒക്കെ പാസ് ചെയ്ത് ഞങ്ങൾ വന്നൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അമ്മേനെ കണ്ടപ്പോൾ വേദുവിനാണെങ്കിലും ബേബിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. ഞാൻ വിചാരിച്ചു വേദു പോവൊന്നുമില്ല എന്ന് കേട്ടോ, വാശി പിടിക്കുന്നൊക്കെ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കാട് പിടിച്ചു വിട്ടോ വീടൊക്കെ. 1 മാസം മാറി നിന്നപ്പോഴേക്കും വീടൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടോ ഞങ്ങൾക്ക്. ഞാൻ കണ്ട അമ്മമ്മേനെ കണ്ടപ്പോഴുള്ള എക്സ്പ്രഷനാണ്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവർക്ക്. 1 മാസം കഴിഞ്ഞ് അമ്മമ്മ മക്കളേനെ പേരക്കുട്ടികളെ കണ്ടുമ്പോഴുള്ള സന്തോഷമാണ്. ഇരുട്ടായ കാരണം അങ്ങനെ അങ്ങോട്ട് ഇത് കിട്ടണില്ല ഗൈസ് എനിക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ചോറും മീൻ കൂട്ടാനും കുളിച്ച് കഴിഞ്ഞിട്ട് മീൻ വറുത്തതൊക്കെ കൂട്ടി ഞങ്ങൾ നല്ലൊരു പിടി പിടിച്ചു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോണത്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കാം.